ഭൂർഭുവസ്വഹത്തസവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരുമഹാരാജനും പരദേവതക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. സായി സച്ചരിതം ഇന്ന് 13-ാം ദിവസത്തേക്ക് നമ്മൾ കടന്നിരിക്കുക. 8-ാം അധ്യായം 13-ാമത്തെ ദിവസം. 7 അധ്യായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 8-ാം അധ്യായം തുടക്കത്തിലാണ് ഇന്ന് നമ്മൾ പറയേണ്ടത്. അധ്യായത്തിൻ്റെ പേര് മഹത്തായ മനുഷ്യജന്മം. മഹത്തായ മനുഷ്യജന്മം. മനുഷ്യജന്മം മഹത്തായതാണ്. ഈശ്വരൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹത്തായ സൃഷ്ടി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മനുഷ്യജന്മം എന്നാണ്. ആ മഹത്തായ മനുഷ്യജന്മത്തിനെ കുറിച്ച് ആണ് സായീശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്രീ ഹേമന്ത് പന്താണ് അത് എഴുതുന്നത്. ദിവസം പുലരുന്നു, അസ്തമിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ പൊഴിയുന്നതിനൊപ്പം ജീവിതവും കടന്നു പോകുന്നു. ദിവസം പുലരുന്നു, സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ പൊഴിയുന്നു, നമ്മുടെ ജീവിതവും കടന്നു പോകുന്നു. അമൂല്യമായ ജീവിതത്തിൻ്റെ പകുതിയോളം ഉറങ്ങിത്തീർക്കുകയാണ്. ഉണർന്നിരിക്കും വേളയിൽ ശാന്തിയോ സുഖമോ അനുഭവിക്കുന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ പൊതുവായ സ്വഭാവം പകുതിയോളം സമയം നമ്മൾ ഉറങ്ങിത്തീർക്കുന്നു, ഉറങ്ങുകയാണ്. പകുതി മാത്രമേ ഉണർന്നിരിക്കുന്ന സമയമുള്ളൂ. ഈ ഉണർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മനസ്സിന് ശാന്തിയോ സുഖമോ അനുഭവിക്കുന്നും ഇല്ല. ഇതാണ് പൊതുവെ മനുഷ്യ ജന്മത്തിൻ്റെ അവസ്ഥ. കളിയിൽ മുഴുകി ബാല്യമകന്നു, തരുണിയിൽ സക്തനായി താരുണ്യം പൊലിഞ്ഞു, വാർദ്ധക്യത്തിൽ രോഗാദികൾ കാത്തിരിക്കുകയാണ്. കഴിക്കുക, ശരീരം പുഷ്ടിപ്പെടുത്തുക, വിഷയസുഖം നുകരുക, പിന്നെ ജീവൻ ഒടുങ്ങുന്നത് വരെ ഈ ശരീരം ചുമക്കുക. അതിനാണോ മനുഷ്യജന്മം? സായീശ്വരൻ ശ്രീ ഹേമന്ത് പന്ത് സായി സച്ചരിതം പറയുമ്പോൾ സായീശ്വരനിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം നമ്മളെ മനുഷ്യജന്മത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരികയാണ്. ധാരാളം ആൾക്കാർ ഇതേ സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ശങ്കരാചാര്യർ അതേക്കുറിച്ചിട്ട് ബൃഹത്തായ ഒരു കാവ്യം തന്നെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ബാല്യകാലം, കൗമാരം, വാർദ്ധക്യം. ബാല്യകാലം കളിയിൽ മുഴുകി തരുണിയിൽ സക്തനായി താരുണ്യം പൊലിഞ്ഞു. വാർദ്ധക്യത്തിൽ ബാല്യകാലവും കൗമാരവും കഴിഞ്ഞ് പിന്നീട് നമ്മൾ യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ രോഗാദികൾ നമ്മളെ കാത്തിരിക്കുന്നു. വാർദ്ധക്യത്തിലാവുമ്പോൾ രോഗാവസ്ഥകൾ നമ്മളെ ശരീരത്തിനെ ബാധിക്കുന്നു. ഭക്ഷണം കഴിക്കുക,
ശരീരം പുഷ്ടിപ്പെടുത്തുക, വിഷയസുഖം നുകരുക, പിന്നീട് ജീവൻ ഒടുങ്ങുന്നവരെ ഈ ശരീരം ചുമക്കുക. ഇതിനു വേണ്ടി മാത്രമാണോ ജീവിതം? നമുക്ക് ജീവിതം തന്നത് ഇതിനു വേണ്ടി മാത്രമാണോ? ഇതിനു വേണ്ടി മാത്രമാണ് ജീവിതമെങ്കിൽ നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. നമ്മളും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. കാരണം ഈ ബാല്യകാലവും തരുണിയിൽ ശക്തനായി താരുണ്യം, വാർദ്ധക്യത്തിൽ രോഗാദികൾ, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് മാത്രമാണെങ്കിൽ മൃഗങ്ങളും നമ്മളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഭഗവാനെ സാക്ഷാത്കരിക്കുക, അതിനുവേണ്ടി മാത്രമാണ് ഈ ജന്മം. നമുക്ക് മനുഷ്യജന്മം തന്നിട്ടുള്ളത് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാനെ സാക്ഷാത്കരിക്കുക, ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക, അതിനെ അനുഭവിക്കുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഭഗവാനെ ഈ ജീവിതം കൊണ്ട് നമുക്ക് ആയുസ് തീരുന്നതിനിടക്ക് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നായയുടെയും പന്നിയുടെയും മനുഷ്യന്റെയും ജീവിതം തമ്മിൽ എന്ത് വ്യത്യാസം? മൃഗങ്ങളുടെയും നമ്മുടെയും ജീവിതം തമ്മിൽ എന്നാ വ്യത്യാസം? ഒരു വ്യത്യാസവുമില്ല. നായ വയറ് നിറയുവോളം തിന്ന് സന്തതികളെ ജനിപ്പിക്കും. ഇത്രയുമേ മനുഷ്യനും ചെയ്യുന്നുള്ളൂ എങ്കിൽ മനുഷ്യജന്മത്തിന്റെ മഹത്വം എന്ത്? ഇത് മാത്രമേ നമ്മളും ചെയ്യുന്നുള്ളൂ എങ്കിൽ ഈ ജീവിതത്തിന്റെ മഹത്വം എന്ത്? ആലോചിക്കൂ എന്നാ പറയുന്നു. ഞാൻ ആര്? എവിടെ നിന്ന് വന്നു? എവിടേക്ക് പോകുന്നു? എന്തിന് ഞാൻ ജനിച്ചു? ഇതിനെല്ലാം ഉത്തരം ലഭിച്ചവനത്രേ ജ്ഞാനി. ഈ ജ്ഞാനം നേടുന്നതിന് വേണ്ടിയാണ് മനുഷ്യജന്മം. ഈ മേലെ പറഞ്ഞ ഈ ചോദ്യം, ഞാൻ ആര്? ഞാൻ ആരാകുന്നു? എവിടെ നിന്ന് വന്നു? ഞാൻ എവിടെ നിന്നാ വന്നത്? എവിടേക്ക് പോകുന്നു? ഞാൻ എവിടെയാണ് പോകുന്നത്? എന്തിന് ഞാൻ ജനിച്ചു? എനിക്ക് ജന്മം തന്നത് എന്തിനാണ്? ഇതിനെല്ലാം ഉത്തരം ലഭിച്ചവനത്ര ജ്ഞാനി. ഇതിന്റെ ഉത്തരം 1, 2, 3, 4, ഈ 4 ചോദ്യത്തിന്റെ ഉത്തരം, ഞാൻ ആര്, എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എന്തിന് ഞാൻ ജനിച്ചു, ഈ 4 ചോദ്യത്തിന്റെ ഉത്തരം ലഭിച്ചവനത്ര ജ്ഞാനി. ഈ ജ്ഞാനം നേടുന്നതിന് വേണ്ടിയാണ് മനുഷ്യജന്മം. ഈ ജ്ഞാനം നേടുന്നതിന് വേണ്ടിയാണ് ഈ മേൽപ്പറഞ്ഞ 4 ചോദ്യത്തിന്റെ ഉത്തരം മനസ്സിലാക്കിയതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. അതിനനുസരിച്ചിട്ട് ജീവിതം, നമ്മുടെ ജീവിത രീതി തിട്ടപ്പെടുത്തുകയും വേണം. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം, ഇവ 4 എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത് തന്നെ. ഭക്ഷണം കഴിക്കുക, നിദ്ര, ഭയം, മൈഥുനം, ഇവ 4 എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. പക്ഷേ മനുഷ്യജീവിക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള ജീവികളും നമ്മളും തമ്മിൽ ഒരേ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. കാരണം മറ്റുള്ള ജീവികൾക്ക് ഈശ്വരത്വം നേടാൻ സാധിക്കില്ല. ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ അവർക്കറിയില്ല. അവർക്കതിന് കഴിയൂല. ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഏക ജന്മം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മനുഷ്യജന്മമാണ്. മനുഷ്യന്മാർക്ക് മാത്രമാണ് സംസാരിക്കാനുള്ള കഴിവ്. കാര്യങ്ങൾ വിചാരിക്കാനും ആലോചിക്കാനും ചിന്തിക്കുവാനും ഉള്ള കഴിവ് ഉള്ള ഏക സൃഷ്ടി, ഈശ്വരന്റെ സൃഷ്ടി മനുഷ്യന്മാർ മാത്രമാണ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ആ ഈശ്വര സാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട്, ആ ഈശ്വരന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ജീവിതവും മൃഗങ്ങളുടെ ജീവിതവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ടാണ് ദേവന്മാർ പോലും ദുർലഭമായ മാനവജന്മം കൊതിക്കുന്നത്. എല്ലാ ആൾക്കാരും കൊതിക്കുന്ന ഒരു ജന്മമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ ആൾക്കാരും കൊതിക്കുന്നത്. പക്ഷെ ലഭിച്ച നമ്മളോ അതിനുവേണ്ടി മനുഷ്യജന്മത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈശ്വര സാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ്. നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല. നമുക്കതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല. ഞാൻ ആര് എന്നുള്ളതിൻ്റെ ഉത്തരം തന്നെ നമുക്കറിയില്ല. എവിടെ നിന്ന് വന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അറിയില്ല. എവിടേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം അറിയില്ല. എന്തിനാണ് നമ്മൾ വന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം അറിയില്ല.
അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ദീപം പോലെയാണ് മനുഷ്യ ശരീരം. ദീപം ശ്രദ്ധിക്കുക, ദീപം കത്തിച്ചു വെച്ചിട്ടുള്ള ഒരു ദീപം, അതുപോലെയാണ് മനുഷ്യ ശരീരം. ദീപം ശ്രദ്ധിക്കുക. നാം ആദ്യം കാണുന്ന ദീപവും അവസാനം കാണുന്ന ദീപവും ഒന്നല്ല. ആദ്യം കത്തിച്ചപ്പാടെ കാണുന്ന ദീപവും അവസാനം അത് കെടാൻ നേരത്ത് കാണുന്ന ദീപവും ഒന്നല്ല. ഓരോ നിമിഷവും പുതിയ ജ്വാലയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും പുതിയ ജ്വാലയാണ്. അതുകൊണ്ടാണല്ലോ എണ്ണ വറ്റുന്നതും. പക്ഷേ അക്കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഒരിക്കലും പെടുന്നില്ല. അതിലുള്ള എണ്ണ ഇങ്ങനെ വറ്റിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ ജ്വാലക്ക് വ്യത്യാസം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആദ്യം കാണുന്ന ജ്വാലയല്ല പിന്നീട് കാണുമ്പോൾ ഉള്ള അവസാനം അത് കത്തിത്തിരാറാവുമ്പോൾ ഉള്ള ആ ജ്വാലേൻ്റെ സ്ഥിതി. അതുപോലെയാണ് നമ്മുടെ മനുഷ്യ ജീവിതവും. അതുകൊണ്ടാണല്ലോ എണ്ണ വറ്റുന്നതും. പക്ഷെ അക്കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഒരിക്കലും പെടുന്നില്ല. അതുപോലെ ഈ ശരീരത്തിൽ ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകൾ അനുനിമിഷം മാറി മാറി കടന്നു പോകുന്നു. നിരന്തരമായ ആ മാറ്റത്തെക്കുറിച്ച് നാം അപ്പോൾ ബോധവാന്മാരല്ല. നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ മാറ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരല്ല. എന്താണ് ഈ ശരീരം? ഈ ശരീരം എന്താണ്? ഒരു മാലിന്യ ഭാണ്ഡം. സായീശ്വരൻ നമുക്ക് പറഞ്ഞു തരുന്ന ഈ ശരീരം ഒരു മാലിന്യ ഭാണ്ഡം, മാലിന്യങ്ങളുടെ കൂമ്പാരം. എന്തെല്ലാന്ന് നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾ? മലം, മൂത്രം, കഫം, പഴുപ്പ്, തുപ്പൽ. ഇതൊക്കെ അല്ലാതെ മറ്റെന്താണ് ഇതിനുള്ളിൽ? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ എന്തല്ല? മലം, മൂത്രം, കഫം, പഴുപ്പ്, തുപ്പൽ. ഇതൊക്കെ അല്ലാതെ മറ്റെന്താണ് ഇതിനുള്ളിൽ? ഇതെല്ലാം പുറത്തു പോകാനുള്ള ചാലാണ് ഈ ശരീരം. ഇതെല്ലാം പുറത്തു പോകാനുള്ള ഒരു ചാലാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ മലം, കഫം, മൂത്രം, പഴുപ്പ്, തുപ്പൽ, ഇതൊക്കെ പുറത്തു പോകാനുള്ള ഒരു ചാലാണ് ഈ ശരീരം. രോഗാദി ക്ലേശങ്ങളുടെ സംഭരണശാലയല്ലേ ഈ ശരീരം? രോഗത്തിൻ്റെയും ക്ലേശങ്ങളുടെയും ഒരു സംഭരണശാലയല്ലേ ഈ ശരീരം? ആലോചിച്ച് നോക്കൂ. ഇത് അസ്ഥി കൊണ്ടും ചർമ്മം കൊണ്ടും നിർമ്മിച്ച് ഒരു പാത്രമല്ലേ? അസ്ഥി കൊണ്ടും ചർമ്മം കൊണ്ടും നിർമ്മിച്ച ഒരു പാത്രമല്ലേ? മലമൂത്രങ്ങളുടെ ഒരു കുഴിയല്ലേ ഇത്? ചർമ്മം, മാംസം, രക്തം, പേശി, കൊഴുപ്പ്, മജ്ജ, ഗുഹ്യം, മലദ്വാരം എന്നിങ്ങനെ മനം മടുപ്പിക്കുന്ന ഭാഗങ്ങൾ ചേർന്നതല്ലേ നൈമിഷികമായ ഈ ശരീരം? ഇതല്ലേ ഈ ശരീരം എന്ന് പറയുന്നത്? അത്രയുമോ? സദാ ഈ ശരീരവും പേറി, നമ്മളെ ഈ ശരീരവും പേറി മേൽപ്പറഞ്ഞ ചർമ്മം, മാംസം, രക്തം, പേശി, കൊഴുപ്പ്, മജ്ജ, ഗുഹ്യം, മലദ്വാരം എന്നിങ്ങനെ മനം മടുപ്പിക്കുന്ന ഭാഗങ്ങളും പേറി മരണത്തെയും ഭയന്ന് സമയം തള്ളി നീക്കുകയാണ് നമ്മൾ സമയം, മരണത്തെയും ഭയന്ന് സമയം ഇങ്ങനെ തള്ളി നീക്കുന്നു. ആയുസ് എത്ര നീട്ടിക്കിട്ടിയാലും ഒരിക്കൽ മരിച്ചേ തീരൂ. എത്ര ആയുസ് നമുക്ക് നീട്ടിക്കിട്ടിയാലും ഒരിക്കൽ മരിച്ചേ തീരൂ. മരിക്കാനുള്ളതാണ് ഈ ശരീരം, അല്ലേ? ജനിക്കുക, മരിക്കുക. ആ ജനിക്കുന്നതിൻ്റെയും മരിക്കുന്നതിൻ്റെയും ഇടയിലാണ് ഈ ജീവിതം. ഈ ജീവിതത്തിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ ദയനീയ അവസ്ഥയിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ഒരു വഴിയേ ഉള്ളൂ. ഭഗവാനെ സ്മരിക്കുക, ഋഷിചരിതം കേൾക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന സമയം മാത്രമാണ് ശരിയായി ഉപയോഗിച്ച സമയം. ഭഗവാനെ സ്മരിക്കുക, നമ്മൾ ഭഗവാനെ ഓർമ്മിക്കുക. ഋഷിചരിതം കേൾക്കുക. ഋഷിക്കളുടെ ചരിതം, ഭാഗവതം, രാമായണം, ഉപനിഷത്ത്, ഇങ്ങനെ വ്യത്യസ്ത മതങ്ങളിലുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഋഷീശ്വരന്മാരുടെ ചരിതങ്ങൾ, ഇവയൊക്കെ കേൾക്കുക. അങ്ങനെ ഉപയോഗിക്കുന്ന സമയം മാത്രമാണ് ശരിയായി ഉപയോഗിച്ച സമയം. നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ച സമയം ഏതാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉപയോഗിക്കണം. ഋഷിചരിതം കേൾക്കുക, ഭഗവാനെ സ്മരിക്കുക. മറ്റേതെല്ലാം പാഴാക്കിയ സമയം അപ്പോഴെന്താണ് ഒരു വഴി? ശരീരം തഴുകി താലോലിക്കേണ്ട, അതുപോലെ തന്നെ തീരെ അവഗണിക്കുകയും അരുത്. എല്ലാ സമയവും ശരീരത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. എല്ലാ സമയവും ശരീരത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. നമ്മൾ ശരീരമല്ല. പക്ഷെ ശരീരത്തിനെ തീരെ അവഗണിക്കുകയും ചെയ്യണ്ട. കാരണം
ശരീരം ഒരു ഉപകരണം പോലെ മാത്രം നമ്മൾ കാണണം. ഉദാഹരണം പറയുന്നുണ്ട് ബാബ, ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നുണ്ട്. കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നയാൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ കുതിരയെ എങ്ങനെ ഒരു കുതിരപ്പുറത്ത് ഒരാൾ കയറി അയാൾ യാത്ര പോകുന്നു. കുതിരേനെ അയാൾ ഉപയോഗിക്കുന്നത് അയാളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി കുതിരേനെ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കുന്നുവോ? അതുപോലെ ഈശ്വര ദർശനം നേടുന്നതിനായി ഈ ശരീരത്തെ ഉപയോഗിക്കുക. കുതിരപ്പുറത്ത് ഒരാൾ കയറി അയാളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി കുതിരയെ ഏത് പ്രകാരം അയാൾ ഉപയോഗിക്കുന്നുവോ അതുപോലെ ഈ ശരീരത്തിലെ ഒരു ജീവാത്മാവുണ്ട്. ജീവാത്മാവ് കുതിരപ്പുറത്ത് കയറിയ കുതിരപ്പുറത്ത് ഇരിക്കുന്ന അയാൾക്ക് തുല്യമാണ് ഈ ജീവാത്മാവ്. ഈ ജീവാത്മാവ് ഈ ശരീരത്തിൽ കയറി. ഈ ശരീരം കുതിരക്ക് സമാനം. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി നമ്മൾ കുതിരപ്പുറത്ത് ഇരിക്കുന്നയാള് ഈ കുതിരേനെ എങ്ങനെ നിയന്ത്രിച്ച് കൊണ്ടുവന്നോ അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ എന്ന് പറയുന്ന ആള്, അതാണ് ഈ ജീവാത്മാവ്. എന്ത് വേണം? ഈ ശരീരമാകുന്ന കുതിരേനെ ലക്ഷ്യസ്ഥാനം എന്താണ്? ഈശ്വര സാക്ഷാത്കാരം. അതാണ് ലക്ഷ്യസ്ഥാനം. അതിലേക്ക് എത്താൻ വേണ്ടി പോണ്ട വഴി എന്താണ്? ഈശ്വരനെ സ്മരിക്കുക, ഋഷിചരിതം കേൾക്കുക. ഇതൊക്കെയാണ് അതിലേക്ക് എത്താനുള്ള വഴി. ആ വഴിയിൽ കൂടി സഞ്ചരിച്ചിട്ട് ഈശ്വര സാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത്രമാത്രം മതി. ഈശ്വര ദർശനം നേടുന്നതിനായി ഈ ശരീരത്തെ ഉപയോഗിക്കുക. നമുക്ക് തന്നിട്ടുള്ള ഈ ശരീരം ഈശ്വര ദർശനം നേടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. ഈശ്വര ദർശനം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതവും മൃഗങ്ങളുടെ ജീവിതവും അതിനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതവും മൃഗങ്ങളുടെ ജീവിതവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ശരീരത്തിന് കേവലം വെറും ശരീരത്തിന് മാത്രം എപ്പോഴും ശ്രദ്ധിച്ചാൽ പോരാ. എന്നാൽ ശരീരത്തിനെ അവഗണിക്കുകയും വേണ്ട, ശ്രദ്ധിക്കുകയും വേണം. എന്നാൽ പൂർണ്ണമായിട്ട് വെറും ആ ശ്രദ്ധ മാത്രം പോരാ. നമ്മളെ ലക്ഷ്യം നമ്മൾ വിട്ടുപോകരുത്. കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരാൾ അയാളെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കുതിരയെ എപ്രകാരം ഉപയോഗിക്കുന്നുവോ അതുപോലെ ഈ ശരീരത്തിന് ഈ ജീവാത്മാവ് ആകുന്ന കുതിരപ്പുറത്തിരിക്കുന്ന ആള് എന്ത് വേണം? ഈ ശരീരത്തിനെ ഉപയോഗിച്ചിട്ട് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അതിന് ഈശ്വരനെ സ്മരിക്കണം. ഋഷിചരിതം മുതലായവ പറഞ്ഞ് ഈ ശരീരത്തിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. എന്താണ് ഈ ശരീരം എന്ന് മനസ്സിലാവും, എന്താണ് ആത്മാവ് എന്ന് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി ഈ ശരീരത്തിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമുക്കാവണം. എത്രയോ ജന്മങ്ങളിലെ നരകയാതനകളും സുഹൃതങ്ങളും കൂടിച്ചേർന്ന പാപ പുണ്യങ്ങൾ സമമായപ്പോൾ ഈശ്വര കൃപയാൽ മാത്രം സിദ്ധിച്ചതാണ് ഈ മനുഷ്യ ശരീരം. അത് പാഴാക്കരുത്. നമുക്ക് ഈ മനുഷ്യ ശരീരം ലഭിക്കുന്നതിന് മുമ്പിൽ നിരവധി ജന്മങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളും പുണ്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ശരീരത്തിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ അല്ല, ഇതിനേക്കാൾ മുന്നിൽ നമ്മൾ ഇരുന്ന ജീവിതം ഏതാണോ എങ്ങനെയാണോ ആ സമയത്ത് ചെയ്ത പുണ്യങ്ങളും പാപങ്ങളും ഒക്കെ ചെയ്ത് അത് സമമായപ്പോൾ നമുക്ക് ലഭിച്ചതാണ് ഈ മനുഷ്യ ശരീരം. ഈ മനുഷ്യ ശരീരം ലഭിച്ചത് നമുക്ക് ഞാൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോന്ന്, എന്തിന് ഞാൻ ജനിച്ചു, ഇതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല. എന്തിനു വന്നു എന്ന് വെച്ചാൽ ഈശ്വര സാക്ഷാത്കാരം നേടാം. അതതിൻ്റെ ഉത്തരം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഈ ജന്മം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ മറ്റുള്ള ജോലികൾ അതൊന്നും ചെയ്യേണ്ട എന്നുള്ള രൂപത്തിലല്ല, അതൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്താലും നമ്മളെ ലക്ഷ്യം മറന്നു പോകാൻ പാടില്ല. ആ ലക്ഷ്യത്തിലേക്ക് എത്തണ്ടെങ്കിൽ ഈശ്വരനെ ഓർമ്മിക്കണം. അതുപോലെ തന്നെ ഋഷിമാരുടെ ചരിതങ്ങളൊക്കെ കേട്ട് ആ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത വിധത്തിൽ നമ്മളെ ഈ ശരീരത്തിനെ കൊണ്ടുപോകാൻ ഉള്ള കരുത്ത് നമുക്കുണ്ടായിരിക്കണം. മഹാഭാഗ്യം കൊണ്ട് സിദ്ധിച്ചതാണ് ഈ മനുഷ്യജന്മം. അതിനെ തന്നെ പൂർവ്വ സുഹൃതി വിശേഷങ്ങളാൽ ബ്രാഹ്മണനായി ജനിക്കുന്നു. ഇതിലൊക്കെ പ്രാധാന്യമേറിയ കാര്യമാണ് സായി തൃപ്പാദങ്ങളിൽ ശരണം തേടുക. ഈ സായീശ്വരന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ ശരണം തേടിയാൽ ഇത് മൂന്നും നേടിയവർ സുദുർലഭം.
നമുക്ക് ഈ യാത്ര വളരെ വിഷമമേറിയതാണ്. ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ അത്ര പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ കിട്ടുന്ന സംഗതിയല്ല. ഈശ്വര സാക്ഷാത്കാരം നേടുന്നതാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുക തന്നെ വേണം. അതിന് കുറച്ച് പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ നമ്മളെ അനുഭവിച്ച് പ്രയാസങ്ങൾ നമ്മളെ നീക്കണം. അതിന് ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈശ്വരനെ സ്മരിക്കാൻ വേണ്ടി ഈശ്വരൻ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സദാ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അത് ഈശ്വര അർപ്പണമായി ചെയ്യുക. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിലെ കൂടി നമ്മൾ പോകണം. അത് മനസ്സിലാക്കി തരുന്നതാണ് ഈ ഋഷീശ്വരന്മാരുടെ ചരിതങ്ങൾ. അപ്പോൾ സായി സച്ചരിതം നമ്മളെ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം നേടാൻ, നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ തീർച്ചയായിട്ടും ഉപകരിക്കും എന്നാണ് ഇതിൻ്റെ കർത്താവായ ഹേമന്ത് പാൻ പറഞ്ഞു തരുന്നത്. മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ജീവിതം വളരെ ക്ഷണികം. അതിനാൽ മനുഷ്യജന്മം കിട്ടിയത് എന്തിനാണോ അതിനായി അരനിമിഷം പോലും കളയാതെ യത്നിക്കുക. നമ്മൾ എപ്പോൾ മരിക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ. എപ്പോൾ മരിക്കുക, ഏത് സമയവും മരണം സംഭവിക്കാം. അതുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടുകയാണ് നമ്മളെ ഈ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നത്. നമ്മൾ ജോലി ചെയ്തുകൊണ്ട്, നമ്മൾ ഏത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ട് അത് ഈശ്വര അർപ്പണമായി ചെയ്തുകൊണ്ട് ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം. അതിന് ഒരു നിമിഷം പോലും വെറുതെ കളയാനില്ല. ഇന്ന് വേണ്ട നാളെ ചെയ്യുക, നാളെ വേണ്ട മറ്റന്നാൾ ചെയ്യുക, അങ്ങനെ മാറ്റി വെക്കേണ്ട ഒരു സംഗതിയല്ല. അങ്ങനെയാകുമ്പോൾ മരണം നമ്മളെ പിടികൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഈ ജന്മത്തിൽ നമുക്ക് അത് നേടാൻ പറ്റൂല. പിന്നെ വീണ്ടും മറ്റൊരു ജന്മം നമ്മൾ എടുക്കേണ്ടി വരും. ഭാര്യ നഷ്ടപ്പെട്ടയാൾ പുനർവിവാഹത്തിനും, മകനെ നഷ്ടപ്പെട്ട മഹാരാജാവ് പുത്രനെ കണ്ടെത്താൻ കാണിക്കുന്ന വെമ്പലിനും സമാനമാകട്ടെ ഈശ്വരന് വേണ്ടിയുള്ള നിങ്ങളുടെ വ്യാകുലത. ഈശ്വരന് വേണ്ടിയുള്ള നമ്മുടെ വ്യാകുലത. ഭാര്യ നഷ്ടപ്പെട്ടയാൾ പുനർവിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുക. മകനെ നഷ്ടപ്പെട്ട മഹാരാജാവ് പുത്രനെ കണ്ടെത്താൻ കാണിക്കുന്ന വെമ്പൻ. അതേപോലെ അത്ര സീരിയസ് ആയിട്ട് വേണം നമ്മൾ ഈ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യാൻ. ഈശ്വര സാക്ഷാത്കാരം നേടുക എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞതിനെ കൊണ്ടോ ഒരു സിമ്പിളാക്കി പറഞ്ഞതിനെ കൊണ്ടോ മാത്രം കാര്യമില്ല. അത് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ആ വിധത്തിൽ തന്നെ ആ സീരിയസ് തന്നെ നമുക്കതിനെ കൈകാര്യം ചെയ്യണം എന്നാണ് സായീശ്വരൻ ഹേമന്ത് പാന്തിൽ കൂടി പറയുന്നു. ആലസ്യവും അജ്ഞാനവും അകറ്റി ആത്മചിന്തയിൽ മുഴുകും. ആലസ്യം അജ്ഞാനം. ജ്ഞാനം നേടണമെങ്കിൽ നമ്മളെ ഋഷി ചരിതങ്ങളും മറ്റും വായിക്കണം. ആ ചരിതങ്ങളും മറ്റും പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അജ്ഞാനം നീങ്ങിക്കിട്ടും. ആത്മചിന്തയിൽ മുഴുകണം. ഞാൻ ആത്മാവാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ മുഴുകിയിരിക്കാൻ സാധിക്കണം. ഞാൻ ആര് എന്ന് ചോദിച്ചാൽ ഞാൻ ആത്മാവാണ്, ഞാൻ ശരീരമല്ല എന്ന് പറയണം. നമ്മൾ വരുന്നത് എവിടെയാണ്? മറ്റൊരു ആത്മാവിൽ നിന്നാണ് ഈ ആത്മാവിലേക്ക് നമ്മൾ വന്നിട്ടുള്ള, അല്ലേ? ജനനവും മരണവും തമ്മിൽ ഇടയിലുള്ള അതാണ് നമ്മുടെ ഈ ജീവിതം. ഈ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ സമയമാണ് നമ്മുടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടത്. അങ്ങനെ അല്ലാതുള്ള ജീവിതം മൃഗതുല്യമാണ്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്കും ജീവിക്കുക, ഇങ്ങനെ പോവുക, സുഖിക്കുക, സന്തോഷിക്കുക എന്നല്ലാതെ നമ്മളെ ജീവിതം മൃഗതുല്യമാണ്. മൃഗങ്ങളുടെ ജീവിതവും നമ്മളെ ജീവിതവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. എന്താണ് ഇതിനുള്ള ഒരു പോംവഴി? ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാനുള്ള ഒരു പോംവഴി എന്താണ്? മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം, സത്സംഗം. ഇതിനെക്കുറിച്ചിട്ട് അറിവുള്ള ആൾക്കാരുമായിട്ട് കൂടിച്ചേർന്നിട്ടുള്ള സംസർഗം. അത് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലും നിരവധി പുണ്യഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിലും വളരെ വളരെ ഉപരിയാണ്. മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം. മഹാത്മാക്കൾ വെച്ചാൽ ഋഷിതുല്യരായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കൂടിച്ചേരൽ.
അവരുടെ കൂടെ ചേർന്ന് അവരുടെ ജീവിത രീതി കണ്ട് അവർ പറയുന്നത് കേട്ടാലാണ് നമുക്ക് കുറെയൊക്കെ മനസ്സിലാവുക. കേവലം പ്രഭാഷണങ്ങൾ കേട്ടതിനെ കൊണ്ടോ അല്ലെങ്കിൽ പുണ്യഗ്രന്ഥങ്ങൾ പഠിച്ചതിനെ കൊണ്ടോ മാത്രം ഇത് എളുപ്പമല്ല. പ്രഭാഷണങ്ങൾ കേട്ടതിനെ കൊണ്ടോ പുണ്യ ഗ്രന്ഥങ്ങൾ പഠിക്കുക, ഇപ്പോൾ ഭാഗവതം വായിക്കുക, രാമായണം വായിക്കുക, ഇത് വായിച്ചതിനെ കൊണ്ടോ ഇത് ഭാഗവതം കേട്ടതിനെ കൊണ്ടോ മാത്രം ഈശ്വര സാക്ഷാത്കാരം നമുക്ക് ലഭിക്കണമെന്നില്ല. ഭാഗവതം വായിച്ചാക്കും ഈശ്വര സാക്ഷാത്കാരം കിട്ടൂല, അത് കേട്ടാക്കും കിട്ടൂല. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മെനക്കെടണം. ഋഷിതുല്യരായ ആൾക്കാരുടെ സംസർഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അനേകം നക്ഷത്രങ്ങൾ ഒരുമിച്ച് കൂടിയാലും സൂര്യനേകുന്ന പ്രകാശത്തിന് തുല്യമാകുമോ? അനേക നക്ഷത്രങ്ങളുടെ വെളിച്ചം സൂര്യനിൽ നിന്ന് കിട്ടുന്ന വെളിച്ചത്തിന് തുല്യാവില്ലല്ലോ. അതുപോലെയാണ് മഹത്തുക്കളുമായിട്ടുള്ള സംസർഗം. അതാണ് കുറെ പുണ്യഗ്രന്ഥങ്ങൾ വായിച്ചതിനെ കൊണ്ട് ചില അനേകം നക്ഷത്രങ്ങളുടെ വെളിച്ചം, ധാരാളം പുണ്യഗ്രന്ഥങ്ങൾ നമ്മളെ ഭൂമിയിലുണ്ട്. ആ പുണ്യഗ്രന്ഥങ്ങൾ വായിച്ചതിനെ കൊണ്ട് മാത്രം നമുക്ക് കിട്ടൂല. അനേകം നക്ഷത്രങ്ങളുടെ പ്രകാശത്തിനേക്കാളും വലുതാണ് സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശം, അല്ലേ? അതേപോലെ പുണ്യ ആത്മാക്കളുടെ ഋഷീശ്വരന്മാരുടെ ഇതൊക്കെ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള വ്യക്തികളുടെ കൂട്ടത്തിലുള്ള സംസർഗം ആണ് ഇതിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുക. അതുപോലെയാണ് മഹത്തുക്കളുമായിട്ടുള്ള സംസർഗം. അവരുടെ സാന്നിധ്യം തന്നെ ജീവരാശിയെ കർമ്മബന്ധ വിമുക്തരാക്കുന്നു. അവരുടെ സാന്നിധ്യം, അവരുമായിട്ടുള്ള കൂടിച്ചേരൽ, അവരുടെ കൂട്ടത്തിൽ കഴിയാനുള്ള അവസ്ഥ, ഇതൊക്കെ ആവുമ്പോഴേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ സാധിക്കും. ഋഷികളുടെ ഋഷിയായിരുന്നു സായിനാഥ്. ഈ നമ്മൾ പഠിക്കുന്ന സായീശ്വരൻ ഋഷികളുടെ ഋഷിയായിരുന്നു. അവിടുത്തെ സാന്നിധ്യം ഏവർക്കും ആനന്ദമേകി. അദ്ദേഹത്തിൻ്റെ പുണ്യസ്പർശനത്താൽ തന്നെ, അദ്ദേഹത്തിൻ്റെ തൃപ്പാദത്തിൽ കരസ്പർശനം ചെയ്യുക വഴി തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് ആ കാലഘട്ടത്തിലുള്ള ധാരാളം ആൾക്കാർ, വ്യക്തികൾ പറഞ്ഞ് അവരൊക്കെ സായീശ്വരൻ്റെ സംസർഗത്താൽ ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുണ്ട്. സദാ ആത്മനിമഗ്നനായിരുന്ന സായീശ്വരൻ എല്ലാറ്റിനെയും സമദൃഷ്ടിയിൽ കണ്ടു. ഞാനെന്നോ എൻ്റെ എന്നോ ഇല്ലാതെ എല്ലാവരിലും അവിടെ നിന്ന് കരുണ ചൊരിഞ്ഞു. എല്ലാ ആൾക്കാരെയും സമമായിട്ട് കാണാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. അതാണ് ഓരോരോ ലക്ഷണം. എല്ലാ ആൾക്കാരെയും സമമായി തുല്യമായിട്ട് കാണാൻ, സുഖത്തിനെയും ദുഃഖത്തിനെയും തുല്യമായിട്ട് കാണാൻ, സുഖദുഃഖങ്ങളെ സമമായിട്ട് കാണാൻ, പിന്നെ അമിതമായി സന്തോഷം ലഭിക്കുമ്പോൾ ആഹ്ലാദം മത്തൻ ആവാതിരിക്കുക, അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ നിരാശഭരിതൻ ആവാതിരിക്കുക. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള സംസർഗം വഴി നമുക്ക് ലഭിക്കേണ്ട പാഠങ്ങൾ. ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പാടുപെടണം. എല്ലാവരെയും സമമായിട്ട് കാണാൻ സാധിക്കണം. എല്ലാവരിലും ഈ ഈശ്വര ചൈതന്യമാണ് ഉള്ളത്. നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലുള്ള നമ്മളിലുള്ള അതേ ചൈതന്യമാണ്. അങ്ങനെ കാണാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. സായീശ്വരനെ പോലുള്ള ഋഷികളുടെ സംസർഗത്താൽ ഒരുവനിൽ ക്ഷമ, ശാന്തി, നിസ്സംഗത്വം, ദാനം, ദയ, മനസ്ഥൈര്യം, അനഹങ്കാരം മുതലായ ഉത്തമ ഗുണങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും. മഹാത്മാക്കളുമായിട്ടുള്ള സംസർഗം വഴി നമുക്ക് കിട്ടാൻ പോകുന്ന, നമ്മളെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാം? ക്ഷമ പഠിക്കും, ശാന്തി, നിസ്സംഗത്വം, ഒന്നിനോടും സംഘം ഇല്ലാത്തൊരവസ്ഥ, ദാനം, ദയ, മനസ്ഥൈര്യം, അനഹങ്കാരം മുതലായ ഉത്തമ ഗുണങ്ങൾ പ്രകാശിക്കാൻ തുടങ്ങും. സമസ്ത ചരാചരങ്ങളിലും ഈശ്വര സാന്നിധ്യം ദർശിക്കാനാവും. ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം ദർശിക്കാനാവും. അതാ ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പോയിന്റ് തന്നെ. എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരന്റെ ചൈതന്യം ദർശിക്കാൻ നമുക്ക് സാധിക്കും.
മഹാപ്രഭുവായ സായീശ്വരന്റെ ഒരു കടാക്ഷം മാത്രം മതിയായിരുന്നു കുചേലന് കുബേരനാകാൻ. നമുക്കറിയാം കുചേലൻ കുബേരനായ കഥ അല്ലേ. കുചേലൻ കുബേരനായത് കൃഷ്ണനെ കണ്ട മാത്രയിൽ തന്നെ കുചേലന്റെ ആ ദാരിദ്ര്യാവസ്ഥ മുഴുവൻ മാറി അദ്ദേഹം കുബേരനായിട്ട് മാറി. ഒറ്റ ഒരു പുണ്യാത്മാവിന്റെ ഒരു ഋഷീശ്വരന്റെ ദൃഷ്ടി കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹം ചോദിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യാവസ്ഥ മാറി, അദ്ദേഹം കുബേരനായിട്ട് മാറി. അങ്ങനെയുള്ള അവിടുന്ന് എങ്ങനെ ഷിർദിയിൽ ആഹാരം തേടിയിരുന്നു എന്ന് കേൾക്ക്. അങ്ങനെയുള്ള ആളാണ് ഷിർദിയിലെ ഈ സായീശ്വരൻ. ആ സായീശ്വരന്റെ സംസർഗത്താൽ തന്നെ നിരവധി ആൾക്കാർ ആ കാലഘട്ടത്തിലെ നിരവധി ആൾക്കാർ ഈശ്വരന്റെ സാക്ഷാത്കാരം ലഭിച്ചിട്ടുണ്ട്. നമ്മളെ പുരാണ കഥകളിലും മറ്റും നമ്മൾ കേട്ടിട്ടില്ലേ. ഭാഗവതത്തിലും അതുപോലെ തന്നെ ശ്രീരാമന്റെ കാലഘട്ടത്തിലും മറ്റുള്ള ധാരാളം സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലേ. അതേപോലെ ഈ സായീശ്വരൻ എന്ന് പറഞ്ഞാല് ഒരു 150 കൊല്ലം ബാക്കിലുള്ള ആളാണ്. 1800 ആ കാലഘട്ടത്തിൽ 800-നും 850-നും ഇടയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അത് ജനനത്തിനെ കുറിച്ചിട്ടും മറ്റും കൂടുതൽ വിവരങ്ങൾ ഇല്ല എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്നാലും ആ കാലഘട്ടം ഏകദേശം ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും ഇദ്ദേഹത്തിന്റെയും കാലഘട്ടം ഏകദേശം ഒരേപോലെയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ കൽക്കത്തയില്, ഇദ്ദേഹം മഹാരാഷ്ട്രയിലെ ഷിർദി എന്ന് പറഞ്ഞ സ്ഥലത്ത് 16 വയസ്സിലാണ് ഇദ്ദേഹത്തിന് കാണാൻ തുടങ്ങി ആൾക്കാർ. 16 വയസ്സിന് മുന്നിലുള്ള അവസ്ഥ കുറിച്ചിട്ട് അജ്ഞാത വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. ആ വിവരം ലഭിച്ചത് നമുക്ക് പിന്നീട് പറയാം. എപ്പോഴാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ചൊക്കെ വിവരം നമുക്ക് ലഭിച്ചത് എന്നത് നമുക്ക് 52-ാമത്തെ ചാപ്റ്ററിൽ കഴിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്തുമെന്ന് എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് ഇത് കേട്ട് മനസ്സിലാക്കണം. അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ചെറിയ പോരായ്മകൾ ഉണ്ടാവും, അതൊക്കെ സഹിച്ച് ഇതിനെ വിജയകരമായി മുന്നോട്ട് പോകാൻ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണവും നിങ്ങളിൽ കൂടി ഉണ്ടാവണം. നിങ്ങൾ കേൾക്കുക, മറ്റുള്ളവർക്ക് ഇത് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. നമുക്കും 52-ാമത്തെ അധ്യായം കഴിയുമ്പോഴേക്കും ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ നമുക്കും സാധിക്കണം. അതിനുവേണ്ടി അതിൻ്റെ അടുത്തെങ്കിലും എത്താൻ നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും അത് സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത് ഞാൻ തൽക്കാലം ഇവിടെ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്തുന്നു. എല്ലാ ആൾക്കാർക്കും നന്ദി, നമസ്കാരം. ഓം ശ്രീ സായീശ്വരായ നമഃ.